ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ 3 വാട്ട് LED കൊണ്ട് എങ്ങനെ ലൈറ്റ് കത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയത് 3 വാട്ട് LED, പിന്നെ റെസിസ്റ്റർ 100R, അതുപോലെ ബാറ്ററി, പിന്നെ ബാറ്ററിയുടെ അഡാപ്റ്റർ, പിന്നെ വയർ വേണം. ഒരു 2 കോർ വയർ, നമ്മൾ ബോക്സ് വയർ ഇലക്ട്രിക് കടയിലൊക്കെ കിട്ടും, അത് 2 മീറ്റർ വേണം. അതുപോലെ പിന്നെ വേണ്ടിയത് ടൂളായിട്ട് സോൾഡറിങ് അയണ്, പിന്നെ സോൾഡറിങ്ങിൻ്റെ പേസ്റ്റ്, അതേമാതിരി ലെഡ് സാധനങ്ങളാണ് ടൂളായിട്ട് വേണ്ടത്. ഇപ്പോൾ എടുത്തിട്ടുള്ളത് 3 വാട്ട് LED ആണ്. LEDൻ്റെ ഇത് എന്ത് ചെയ്യുക, പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ലെഗ് 2 ലെഗും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടുള്ളത് മതി. പിന്നെ റെസിസ്റ്ററും കട്ട് ചെയ്യണം, കുറഞ്ഞത് മതി, നമുക്ക് വല്ല നീളം വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, LED ബാറുമേ സോൾഡർ ചെയ്ത് കൊടുക്കുക. LED ബാർ ഹോളുള്ളത് വാങ്ങാൻ കിട്ടും. ഇനി എല്ലാം വെച്ചെങ്കിൽ നമുക്ക് ചെറുതാക്കി ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുത്താലും മതി. അതേമാതിരിക്ക് ചെയ്യാം. LED ബാറുമ്പോൾ നമ്മൾ LED ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ലെഗ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ബാക്ക് ഭാഗത്തിനൊപ്പം നിർത്തിയിട്ട് മുന്നിൽ ആ LEDൻ്റെ ലെൻസ് വരുന്ന മാത്രം നിർത്തിയിട്ട് ലെഗ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതേമാതിരിക്ക് കട്ട് ചെയ്യുക, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറുതായിട്ട് മതി അതിൻ്റെ കാലിൻ്റെ നീട്ടം. എന്നിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക ബാക്ക് ഭാഗത്ത്. അങ്ങനെ നമ്മൾ LED സോൾഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പിന്നെ നല്ല ചൂടായിട്ട്, അതായത് അതിൻ്റെ വാറിന് പ്രശ്നം വരരുത്. അതാണ് അതിന്മേൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്മേൽ 31 LED ആണ്. അതിനനുസരിച്ചുള്ള റെസിസ്റ്ററും കൊടുത്തിക്കണം വേണം. അപ്പോൾ അതൊക്കെ സെറ്റായി കഴിഞ്ഞ് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് കത്തി കണ്ടില്ലേ. അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ സോൾഡർ ചെയ്യുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ പിടിപ്പിച്ച് നമ്മൾ അഥവാ ഒന്ന് എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ പേസ്റ്റിൽ നോക്കിയിട്ട് ആ അയോണ് വല്ലതും വെച്ച് കൊടുത്താൽ തന്നെ അത് വേറിട്ട് പോരും. എന്നിട്ട് എന്ത് ചെയ്യുക, സോൾഡർ ചെയ്യുമ്പോൾ ആ പേസ്റ്റിൽ നോക്കിയിട്ട് അതൊന്ന് കളഞ്ഞിട്ട് പിന്നെ ലെഡ് എടുത്തിട്ട് ഒന്ന് വല്ല അതിന്മേൽ തൊട്ട് കൊടുത്താൽ തന്നെ അത് പിടിക്കും. നല്ലോണം ആക്കണമൊന്നുമില്ല, കുറഞ്ഞ രീതിയിൽ തന്നെ ചെറുതായിട്ട് ഒന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി. നമ്മളതൊക്കെ സെറ്റ് ചെയ്തു. LED ബാറൊക്കെ ഓക്കെ ആയി, സാധനങ്ങളൊക്കെ റെഡിയായി. പിന്നെ അതിന്മേൽ എന്ത് ചെയ്യണം, അതിന്മേൽ നമ്മൾ ബോക്സ് വയർ ഉണ്ട്, 2 കോർ വയർ ഇലക്ട്രിക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് 2 മീറ്റർ അതിന്മേൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തിന് പിടിപ്പിക്കണം. പിന്നെ ബാറ്ററിൻ്റെ അഡാപ്റ്റർ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അത് അമർത്തുമ്പോൾ കഴിയുമ്പോൾ പിന്നെ പ്രസ് ചെയ്ത് നിൽക്കും, അത് പോരൊന്നുമില്ല. നല്ല പ്രസ് ചെയ്താൽ പിന്നെ വേറിട്ട് പോരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ബോക്സ് വയറുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചുവന്ന വയറുമ്പോൾ തന്നെ കൊടുക്കണം, ബ്ലാക്ക് വയറുമ്പോൾ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പ്ലസും മൈനസും മാറിപ്പോവും, കത്തൂല. അപ്പോൾ ഒരു സ്വിച്ചും കൂടി നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഇല്ലാതെ നമുക്ക് ഇത് വർക്ക് ചെയ്യിച്ചാൽ, സ്വിച്ച് ഉണ്ടാകുമ്പോൾ ഓൺ ഓഫ് അതിന് ചെയ്യാം. ആ സ്വിച്ചിക്ക് പിന്നെ എന്ത് ചെയ്യുക, ബാറ്ററിമേത്തൊരു ബ്ലാക്ക് വയർ സ്വിച്ചിക്ക് കൊടുക്കുക. പിന്നെ സ്വിച്ചിൽ നിന്ന് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റു ലെഗിൽ പിന്നെ ലൈറ്റിക്ക് പോകുന്ന വയർ കൊടുക്കുക. ഇതേമാതിരി 2 ലെഗാണ് ഉണ്ടാകുക. സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ബാറ്ററിമേന്ന് വരുന്ന ബ്ലാക്ക് വയറും പിന്നെ ലൈറ്റിക്ക് പോകുന്ന ബ്ലാക്ക് വയറും കൊടുക്കുക. ഫേസ് എന്ത് ചെയ്യുക, ചുവന്ന വയർ മറ്റിൻ്റെ ചുവപ്പുമേ കൂട്ടി പിരിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ പ്രകാശിക്കും. ചുവന്ന LED ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൽ ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഡാഷ്ബോർഡിലോ അതുപോലെ അതിൻ്റെ ബക്കാൻ പറ്റുന്ന സൈഡിലൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ നല്ല ഭംഗി കിട്ടും. അത്തരം ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. സോൾഡർ ചെയ്തുകൊണ്ട് ഒരു സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണിത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.